ഇന്ന് നമ്മൾ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ്. അതിൽ 7ഉം 8ഉം ക്ലാസ്സുകളിലായി നമ്മൾ മൈനേഴ്സ്, കോഫാക്ടേഴ്സ്, അഡ്ജോയിൻ്റൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ 7ഉം 8ഉം ക്ലാസ് നന്നായി കേട്ടിട്ട് വേണം ഈ ക്ലാസ് പഠിക്കാനിരിക്കാൻ. എങ്കിലേ നമുക്കിനി അത് ഈ ക്ലാസ് എളുപ്പമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചായിരുന്നു? മൈനേഴ്സ് പഠിച്ചു, കോഫാക്ടേഴ്സ് പഠിച്ചു, അഡ്ജോയിൻ്റ് പഠിച്ചു. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അഡ്ജോയിൻ്റാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കാണാനുള്ള എളുപ്പമാർഗവും നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളത് കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി എന്താണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? A into adjoint of A is equal to adjoint of A is equal adjoint of A into A is equal to determinant A into I. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ്. സിംഗുലർ മെട്രിക്സ്, സിംഗുലർ മെട്രിക്സ്. A square matrix A is said to be singular if and only if determinant A is equal to 0. ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ അതിനെ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. അതർവൈസ് ഇറ്റ് ഈസ് കാൾഡ് നോൺ സിംഗുലർ. അത് ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ദ മെട്രിക്സ് ഈസ് കാൾഡ് നോൺ സിംഗുലർ മെട്രിക്സ്. ഓക്കെ, കൺസിഡർ ആൻ എക്സാമ്പിൾ. എ ഈസ് ഈക്വൽ ടു സ്ക്വയർ മെട്രിക്സ് 2, 3, 4, 6. വാട്ട് ഈസ് ഡിറ്റർമിനൻ്റ് എ? ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 2, 3, 4, 6 ഈക്വൽ ടു 12 minus 12 equal to 0. Here determinant A equal to 0. So A is called a singular matrix. Okay. ഇനി നമ്മൾ പിന്നെ ഇപ്പം സപ്പോസ് A and B are two നോൺ സിംഗുലർ മെട്രിക്സ്. നോൺ സിംഗുലർ മീൻസ് എന്താണ്? ഡിറ്റർമിനൻ്റ് A നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഡിറ്റർമിനൻ്റ് B നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ സപ്പോസ് എ ആൻഡ് ബി ആർ ടു നോൺ സിംഗുലർ മെട്രിക്സസ് ഓഫ് ദി സെയിം ഓർഡർ, ദെൻ എ ബി ആൻഡ് ബി ആർ ആൾസോ നോൺ സിംഗുലർ മെട്രിക്സസ് ഓഫ് ദി സെയിം ഓർഡർ. അപ്പോൾ എയും ബിയും നോൺ സിംഗുലർ ആണെങ്കിൽ എ ബിയും ബി എയും എന്ത് തന്നെയായിരിക്കും? നോൺ സിംഗുലർ ആയിരിക്കും. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിച്ചല്ലോ. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഡിറ്റർമിനൻ്റ് എ ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി. ഇത് നമ്മൾ പഠിക്കുന്ന റിസൾട്ടാണ്. ഡിറ്റർമിനൻ്റ് എ ബി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിസൾട്ട് എന്തായിരുന്നു? എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ. അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ എന്തായിരുന്നു? അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു വൈ. അതായത് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു വൈ. ഇത് നമ്മൾ പഠിച്ചില്ലേ? നമുക്ക് ഡിറ്റർമിനൻ്റ് ഇതൊരു മെട്രിക്സ് അല്ലേ? അതായത് നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്നല്ലേ? അതായത് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്താണ് നമ്മൾ പഠിച്ചത്? ഐ ഈസ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐ ഈസ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ദി ഓർഡർ ഓഫ് ദ മെട്രിക്സ് എ. എയുടെ ഓർഡർ എന്താണോ അതേ ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സപ്പോസ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. എ ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഐ എന്തായിരിക്കും? ഐ ഈസ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3. ഇങ്ങനെയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഈ ഡിറ്റർമിനൻ്റ് അകത്തോട്ട് വിട്ട് മെട്രിക്സിനകത്തോട്ട് വിടുമ്പോൾ എങ്ങനെയാണ്? എല്ലായിടവും ആ എലമെൻറ്റ് വരില്ലേ? എല്ലാ എലമെൻറ്റിനെയും നമ്മൾ ആ ഡിറ്റർമിനൻ്റ് എ കൊണ്ട് മൾട്ടിപ്ലൈ ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ ഡിറ്റർമിനൻ്റ് എ
അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ മെട്രിക്സിൻ്റെ. ഇനി ഞാൻ രണ്ട് സൈഡിലും ഡിറ്റർമിനൻ്റ് എടുക്കാൻ പോവുകയാണ്. അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഡിറ്റർമിനൻ്റ് എ 0 0 0 ഡിറ്റർമിനൻ്റ് എ 0 0 0 ഡിറ്റർമിനൻ്റ് എ. നമുക്കറിയാം ഒരു മെട്രിക്സിൽ നിന്ന് കോമൺ എടുക്കണമെങ്കിൽ എല്ലായിടവും ആ എലമെൻ്റ് ഉണ്ടായിരിക്കണം. പക്ഷെ ഒരു ഡിറ്റർമിനൻ്റിൻ്റെയോ ഒരു റോയിൽ നിന്നോ കോളത്തിൽ നിന്നോ ആണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി ഇതൊരു ഡിറ്റർമിനൻ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഫസ്റ്റ് റോയിലൊരു ഡിറ്റർമിനൻ്റ് ഉണ്ട്, ബാക്കിയെല്ലാം 0. സെക്കൻഡ് റോയിലൊരു ഡിറ്റർമിനൻ്റ് എ, ബാക്കി 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമിനൻ്റ് ആയതുകൊണ്ട് ഓരോ റോയിൽ നിന്നും അല്ലെങ്കിൽ ഓരോ കോളത്തിൽ നിന്നും നമുക്ക് എന്ത് കോമൺ എടുക്കാം? ഡിറ്റർമിനൻ്റ് എ കോമൺ എടുക്കാം. അപ്പോൾ ഇവിടെ എത്ര ഡിറ്റർമിനൻ്റ് വെളിയിൽ വരും? 3 റോ ആയതുകൊണ്ട് 3 ഡിറ്റർമിനൻ്റ് എ നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ റേസ് ടു 3 ഇൻറ്റു ബാക്കി എന്ത് വന്നു? ഐ അല്ലേ വരുന്നേ? ഐയുടെ ഡിറ്റർമിനൻ്റ് എപ്പോഴും എന്തായിരിക്കും? ഐയുടെ ഡിറ്റർമിനൻ്റ് 1. അപ്പം ഡിറ്റർമിനൻ്റ് എ റേസ് ടു 3 ഇൻറ്റു 1. ഇവിടെ നോക്കി, ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ അല്ലേ? നമുക്കറിയാം ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഈ ഡിറ്റർമിനൻ്റ് എ നമുക്ക് ഇതൊരു എ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. ഹിയർ എ എന്താണ്? എ ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. എ നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ മാത്രം നമുക്ക് ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സിംഗുലർ ആണെങ്കിൽ ഇത് 0 ആണ്, അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഈ ഡിറ്റർമിനൻ്റ് എ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ എന്തായി? ഡിറ്റർമിനൻ്റ് എ സ്ക്വയർ ആയി. ഇവിടെ നോക്കി, ഹിയർ എ ബി എ നോൺ സിംഗുലർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. എ ബി എ നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ. ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ലെറ്റ് അല്ലെങ്കിൽ സപ്പോസ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. സപ്പോസ് എ ഈസ് എ നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. ഓർഡർ n ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റേസ് ടു n-1. ഇതൊരു റിസൾട്ടാണ്. എന്താണ്? ഇവിടെ എയുടെ ഓർഡർ എന്താണോ അതിനേക്കാൾ ഒന്ന് കുറവായിരിക്കും ഇവിടെ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ where A is a non-singular square matrix of order n, then determinant of adjoint of A is equal to determinant of A raised to n-1. ഈ റിസൾട്ട് ഓർത്തോണം. ഓക്കെ, ഇനി നമുക്ക് ഈ സിംഗുലർ ഇൻവേർട്ടബിൾ മെട്രിക്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ ഓർത്തോണേ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേർട്ടബിൾ മെട്രിക്സ് ഓർ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ, ഇൻവേർട്ട് മീൻസ് ഇൻവേഴ്സ് ഉള്ളത്, ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി എ നോൺ സിംഗുലർ മെട്രിക്സ്. അപ്പോൾ എന്താണ് ഇപ്പം പറഞ്ഞപ്പോൾ ഈ റിസൾട്ട് ഓർത്തോളണം. ഇപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്? എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടിബിൾ. A square matrix A is invertible if and only if A is non-singular. എന്താണ് നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ? നോൺ സിംഗുലർ മീൻസ് ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിന് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയണമെങ്കിൽ ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആകണം, ഓർ നോൺ സിംഗുലർ. ഇനി നോൺ സിംഗുലർ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? എ ഈസ് ഇൻവേർട്ടിബിൾ. ദാറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് നോൺ സിംഗുലർ. സപ്പോസ് നമുക്കറിയാം നമ്മൾ എപ്പോഴാണ് ഒരു ഇൻവേഴ്സ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഒരു എലമെൻറ്റും വേറൊരു എലമെൻറ്റും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടണം. അപ്പോൾ ആദ്യം പറഞ്ഞത് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആയിരിക്കും. ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n.
A be a square matrix of order n and I be the identity matrix of order A or n, then there exists a matrix, there exists a square matrix of order n b such that AB equal to BA equal to I. A be a square matrix of order n and I be the identity matrix of order n, then there exists a square matrix of order n b such that AB equal to BA equal to I, then B is called the inverse of A. A B കൊണ്ടും അല്ലെങ്കിൽ B A കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ ഈ ബി എ നമുക്ക് എന്ത് പറയാം, ഇൻവേഴ്സ് ഓഫ് എ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി. ഓക്കെ, ഇനി നമുക്ക് ആ ഇൻവേഴ്സ് കാണാൻ വേറൊരു ഫോർമുല കണ്ടുപിടിക്കാം. ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇൻവേഴ്സ് കാണണമെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കണം, നോൺ സിംഗുലർ ആയിരിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചു അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്ന് പഠിച്ചില്ലേ അല്ലേ? ഇതിന് രണ്ടിടത്ത് നമുക്കൊരു പോസ്റ്റ് മൾട്ടിപ്ലൈ, ഒരു എ ഇൻവേഴ്സ് കൊണ്ട് പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ അവസാനം എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു എ ഇൻറ്റു ഇവിടെ നമ്മളൊരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇവിടെയും ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു വൈ, അവിടെയും നമ്മളൊരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി എ ഇൻവേഴ്സ് കൂടെ ചേരുമ്പോൾ എന്താകും, നമുക്കറിയാം എ ബി ഈക്വൽ ടു ഐ. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എയുടെ ഇൻവേഴ്സ്. അപ്പോൾ ഒരു എലമെൻ്റ് അത് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താകും, ഐ ആകും. അപ്പോൾ നമുക്കിതെന്തായി മാറി, ഐ. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു ഐ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ കൊണ്ട് ഒരു ഐഡൻറ്റിറ്റി കൊണ്ട് ഒരു എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, ആ എലമെൻറ്റ് തന്നെ കിട്ടും. ഓക്കെ, ഇനി അഡ്ജോയിൻ്റ് ഓഫ് എ ഇൻറ്റു ഐ എന്ത് തന്നെ വരും, അഡ്ജോയിൻ്റ് ഓഫ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ എന്തായി, അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ്. ഇതിൽ നമുക്ക് എ ഇൻവേഴ്സ് എങ്ങനെ കാണാം, എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഡിവൈഡ് ചെയ്യും എന്ത് വരും, 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഇത് വെച്ചാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത്. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എന്തെല്ലാം പറഞ്ഞു, ഒന്ന് സിംഗുലർ നോൺ സിംഗുലർ മെട്രിക്സ് പറഞ്ഞു. എന്താണ് സിംഗുലർ, ഡിറ്റർമിനൻ്റ് എ 0 ആണെങ്കിൽ സിംഗുലർ, ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലർ, നോൺ സിംഗുലർ ആണെങ്കിൽ മാത്രമേ എന്താകൂ, ഇൻവേർട്ടിബിൾ ആകൂ. ഇൻവേർട്ടിബിൾ മീൻസ് ഇൻവേഴ്സ് ഉള്ളത്. അപ്പം ഓക്കെ, എ നോൺ ഇവിടെ 1 ഡിറ്റർമിനൻ്റ് എ അല്ലേ, ഈ ഡിറ്റർമിനൻ്റ് എ 0 ആയാൽ നമുക്കിങ്ങനെ എഴുതാൻ പറ്റുമോ? അതാണ് പറഞ്ഞത്. എന്താണ്, എ നോൺ സിംഗുലർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് കാണാൻ പറ്റൂ. ദാറ്റ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. അഡ്ജോയിൻ്റ് ഓഫ് എ കാണാൻ നമുക്കറിയാൻ ഒരു സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ തേർഡ് ഓർഡർ ആണെങ്കിൽ എളുപ്പവഴിയിൽ ചെയ്യാനും ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ട് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ്, ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എ 0 ആണെങ്കിൽ എന്താണ്, ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി നോൺ സിംഗുലർ ആണെങ്കിലോ നമുക്ക് എന്ത് കാണാം, അഡ്ജോയിൻ്റ് ഓഫ് എ കാണാം. എന്നിട്ട് അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് എ കിട്ടുന്നതാണ് നമ്മളുടെ എ ഇൻവേഴ്സ്. ഓക്കെ, നമുക്കിതിൻ്റെ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. എ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻവേർട്ടിബിൾ ആകും. അതായത് എ ബി എ നോൺ സിംഗുലർ മെട്രിക്സ് and it is an invertible matrix, then A transpose is also invertible. അപ്പോൾ എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ ട്രാൻസ്പോസും ഇൻവേർട്ടിബിൾ ആയിരിക്കും. നമുക്കത് വെച്ചൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ പ്രോപ്പർട്ടീസാണ് ഇവിടെ എഴുതുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ്, അതായത് എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ്. ഈ റിസൾട്ട് ഓർത്തിരിക്കുക.
എന്നിട്ട് ഇപ്പം ഞാൻ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. എന്നിട്ട് എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ്. ഇനി മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് 2 പ്രാവശ്യം എടുത്താൽ എന്തായിരിക്കും? എ തന്നെ വരും. ഇനി മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. ഇതുപോലെ നമ്മൾ വേറൊരു പ്രോപ്പർട്ടി പഠിച്ചത് എന്തുവായിരുന്നു? ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എ റേസ് ടു n-1. അതായത് ഇപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ്, ഒരു നോൺ സിംഗുലർ മെട്രിക്സ് തന്നിട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് കാണാനോ അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ കാണാനോ പറഞ്ഞാൽ നിങ്ങൾ ഇൻവേഴ്സ് കാണുകയൊന്നും വേണ്ട. എന്ത് കണ്ടാൽ മതി? ഡിറ്റർമിനൻ്റ് എ കാണുക. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1 ഡിറ്റർമിനൻ്റ് എ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് മാത്രമേ ക്വസ്റ്റ്യനിലുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് കണ്ടാൽ മതി? 1 ഡിറ്റർമിനൻ്റ് എ. അതുപോലെ തന്നെ ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ കാണാൻ പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ എല്ലാം കൂടെ കാണേണ്ട കാര്യമില്ല. അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ട് അത് ഇച്ചിരി ജോലിയല്ലേ അത് ചെയ്യുന്നത്. എന്നിട്ട് ഡിറ്റർമിനൻ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനൻ്റ് എ കാണുക. എന്നിട്ട് ഇനി എയുടെ ഓർഡർ എത്രയാണോ അതിൻ്റെ 1 കുറച്ചുള്ള പവർ ചെയ്യുക. അപ്പോൾ ഈ റിസൾട്ട് ഓർത്ത് വയ്ക്കുക. ഇനി മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ ബി ദ ഹോൾ ഇൻവേഴ്സ്. നമ്മൾ ട്രാൻസ്പോസിന് പഠിച്ചതുപോലെയാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി. എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അപ്പോൾ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഇത്ര നിങ്ങൾ ഓർത്തിരിക്കുക. എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ്. അതായത് ട്രാൻസ്പോസ് കണ്ടിട്ട് ഇൻവേഴ്സ് കാണുന്നതിന് തുല്യമാണ് ഇൻവേഴ്സ് കണ്ടിട്ട് ട്രാൻസ്പോസ് കാണുന്നത്. ഇനി എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് അതെന്ത് തന്നെ വരും? എ തന്നെ ആകും. പിന്നെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് ഓഫ് എ ആൻഡ് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. അപ്പോൾ ഇതാണ് വളരെ പ്രധാനപ്പെട്ട റിസൾട്ട്. അപ്പോൾ നമ്മളിനി ഇത് വെച്ചുള്ള പ്രോബ്ലം ചെയ്യാൻ പോവുക. അപ്പോൾ ഇത്രയും തിയറി കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയില്ലേ? നമുക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 1 2 -3 4. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ സ്ക്വയർ മെട്രിക്സ് 1 2 -3 4. അപ്പോൾ എങ്ങനെ ഇൻവേഴ്സ് കാണുന്നതെന്നാണ് പറഞ്ഞത്? ഇൻവേഴ്സ് കാണാൻ ചോദിച്ചാൽ ആദ്യം നമ്മൾ എന്ത് കാണണം? ഡിറ്റർമിനൻ്റ് എ കാണണം. അത് 0 അല്ലെങ്കിൽ നോൺ സിംഗുലർ എങ്കിൽ മാത്രം നമ്മൾ എന്ത് കണ്ടാൽ മതി? ഇൻവേഴ്സ് കണ്ടാൽ മതി. സിംഗുലർ ആണെങ്കിൽ ഇൻവേഴ്സ് ഇല്ല. അതുപോലെ എപ്പോഴും ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് യുണീക്കായിരിക്കും. നമ്മൾ ഏത് രീതിയിൽ ചെയ്താലും നിങ്ങൾ മെട്രിക്സിൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾ എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് കാണാൻ പഠിച്ചില്ലേ? ഇപ്പം നമ്മൾ വേറെ രീതിയിൽ ചെയ്യുന്നു. പിന്നെ നമുക്ക് വേറെ രീതിയിൽ ഇൻവേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ കണ്ടായാലും ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എപ്പോഴും എന്തായിരിക്കും? യുണീക്കായിരിക്കും. യുണീക്ക് മീൻസ് ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സേ കാണൂ ഏത് രീതി ചെയ്താലും. അപ്പോൾ നമുക്ക് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 1 2 -3 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡിറ്റർമിനൻ്റ് എ കാണണം. ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു 1 2 -3 4 ഈക്വൽ ടു എത്ര വരും? 4 -6 ഈക്വൽ ടു എത്ര വരും? 10. അപ്പോൾ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നോൺ സിംഗുലർ, അതുകൊണ്ട് നമുക്ക് ഇൻവേഴ്സ് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്ത് എഴുതണം? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ.
ഇനി നമുക്ക് എന്ത് കാണണം? അഡ്ജോയിൻ്റ് ഓഫ് എ കാണണം. ഈ സെക്കൻഡ് ഓർഡറിൻ്റെ അഡ്ജോയിൻ്റ് ഓഫ് എ കാണാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തന്നില്ലേ? എന്തായിരുന്നു? അഡ്ജോയിൻ്റ് ഓഫ് എ സെക്കൻഡ് ഓർഡറിൻ്റെ ഒരു എളുപ്പവഴി പറഞ്ഞേ. ടീച്ചർ എങ്ങനെയാണ് പറഞ്ഞു തന്നത്? പ്രിൻസിപ്പൽ ഡയഗണൽ തിരിച്ചിടുക. അപ്പോൾ ഈ 4 ഇവിടെയാകും, 1 ഇവിടെയാകും. അപ്പം 4, 1. ഇനി ഇവിടെ എന്ത് വേണമെന്ന് പറഞ്ഞു? അടുത്ത ഡയഗണൽ എലമെൻസിൻ്റെ ചിഹ്നം മാറ്റുക. അപ്പോൾ ഈ 2 എന്തായി മാറി? -2 ആയി. -3 എന്തായി? 3 ആയി. അപ്പോൾ അഡ്ജോയിൻ്റ് കിട്ടിയില്ലേ? എളുപ്പമായില്ലേ? അപ്പോൾ നമുക്കിനി എ ഇൻവേഴ്സ് എങ്ങനെ കാണാം? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻ്റ് എ, ദാറ്റ് ഈസ് 1/10 ഇൻറ്റു 4 -2 3 1. ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. വേണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പരമാവധി നിങ്ങൾക്ക് കിട്ടുന്ന ഡിറ്റർമിനൻ്റ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ നമ്പരും എങ്കിൽ മാത്രം അകത്തോട്ട് വിട്ടാൽ മതി. ഇത് നമുക്കിനി അടുത്ത സെക്ഷനിൽ മൾട്ടിപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ ഇതുപോലെ ഭിന്നസംഖ്യ ഫ്രാക്ഷനൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗുണിക്കാൻ. അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ നമ്പേഴ്സിനും ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സുരക്ഷിതമായിട്ട് ആ ഡിറ്റർമിനൻ്റ് വാല്യൂ അവിടെ തന്നെ വെക്കുക. അപ്പോൾ ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/10 ഇൻറ്റു മെട്രിക്സ് 4 -2 3 1. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കൊരു തേർഡ് ഓർഡറിൻ്റെ ഇതുപോലെ ചെയ്ത് നോക്കാം. കൺസിഡർ എ തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ്. ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടോ, ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ 0 ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. എ ഈസ് ഈക്വൽ ടു 1 2 3 0 -1 2 1 0 3. ഞാൻ വെറുതെ ഒരു മെട്രിക്സ് ഇട്ടതാ. അപ്പോൾ ഇതിൻ്റെ ഫൈൻഡ് ഇൻവേഴ്സ്, ഫൈൻഡ് എ ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ കാണാം? ആദ്യം എന്ത് കാണണം? ഡിറ്റർമിനൻ്റ് എ കാണണം. ഡിറ്റർമിനൻ്റ് എ ഒന്ന് കണ്ടേ. നമുക്കെന്താ 0 ഉള്ള റോയോ കോളമോ എടുത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതെടുത്ത് ചെയ്യാം. ഇതെടുത്ത് ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? 1 ഇൻറ്റു ഈ 1 വരുന്ന റോയും കോളവും കളഞ്ഞ് ബാക്കി 4 -3 4 -3. അപ്പം പ്ലസ് -0 ആയതുകൊണ്ട് വേണ്ട. ഇനി +3. ക്ലിയർ ആയ കുഞ്ഞുങ്ങളെ? ഞാൻ ഈ 0 ഉള്ള തേർഡ് റോ കൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ 1 ഇൻറ്റു ആ റോയും കോളവും കളഞ്ഞിട്ട് 4 -3. ഇനി -0 ആയതുകൊണ്ട് എടുത്തില്ല. ഇനി +3 ഇൻറ്റു 3 വരുന്ന റോയും കോളവും ഒന്ന് കളഞ്ഞ് 1 ഇൻറ്റു -1 -1 -0 വിച്ച് ഈസ് ഈക്വൽ ടു 4 + 3 7 പ്ലസ് ഇവിടെയോ -3 ഇൻറ്റു -1 -3 വിച്ച് ഈസ് ഈക്വൽ ടു 7 -3 4 വിച്ച് നോട്ട് ഈക്വൽ ടു 0. വിച്ച് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എന്താണ്? നമുക്ക് എന്ത് മതി? അത് നോൺ സിംഗുലറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇൻവേഴ്സ് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജോയിൻ്റ് ഓഫ് എ കാണണം. അഡ്ജോയിൻ്റ് ഓഫ് എ കാണുന്നത് എങ്ങനെയായിരുന്നു? എളുപ്പ വഴിയിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ മൈനറും കോഫാക്ടർ ഇട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ എളുപ്പ വഴിയിൽ അങ്ങ് ചെയ്യുകയാണ്. എളുപ്പ വഴിയിൽ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇത് അതുപോലെ എഴുതുക. 1 2 3 0 -1 2 1 0 3. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എളുപ്പ മാർഗത്തിൽ കാണാൻ. അപ്പോൾ ഇത് അതുപോലെ എഴുതി. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഈ ഫസ്റ്റ് 2 റോ എന്ത് ചെയ്ത്? നമ്മൾ ഫസ്റ്റ് 2 കോളം റിപ്പീറ്റ് ചെയ്തു. 1 2 0 -1 1 0. ഇത് രണ്ടും നമ്മൾ വീണ്ടും എടുത്തെഴുതി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് 2 റോ നമ്മൾ വീണ്ടും എഴുതി. ഓക്കെ, അപ്പോൾ എന്താണ്? 1 2 3 1 2 0 -1 2 0 -1. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഭയങ്കര ഇത് കുറച്ച് എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ എഴുതി. ഫസ്റ്റ് 2 കോളം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. പിന്നെ ഫസ്റ്റ് 2 റോ വീണ്ടും എഴുതി. പിന്നെ നമ്മൾ എന്താ ചെയ്തേ? ഇതിനെ അങ്ങ് കളഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ കാണാൻ പോവുകയാണ്. അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു, ഇനി നമ്മളെന്താ 2 ഗ്രൂപ്പാക്കി ഇല്ലേ? ഇത് 1 2 3. ഇനി ഇത് വെച്ചെന്ന് പറഞ്ഞേ -1 ഇൻറ്റു 3 -3 -3 -0 -3 തന്നെ. അപ്പം -3. അടുത്തത് പിന്നെന്താണ്?
അടുത്ത രണ്ട് എലമെൻറ്റ് എന്ത് വരും? 2 - 0. അപ്പോൾ 2 തന്നെ. എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞത്? കോളം വൈസ്. അതായത് നമ്മൾ അഡ്ജോയിൻ്റ് കാണുന്നത് എന്താണ്? കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആയിരുന്നു അഡ്ജോയിൻ്റ്. അപ്പോൾ നമ്മൾ എളുപ്പവഴിയിൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ കോളം വൈസാണ് എഴുതുന്നത്. അപ്പോൾ ലാസ്റ്റ് പറ അടുത്തത് ഇതല്ലേ? അപ്പോൾ 0 - -1 0 - -1 +1. ഓക്കെ. ഇനി അടുത്ത സെറ്റിൽ ഇതാണ്. അത് നമ്മൾ പറഞ്ഞ് 0 - 6 -6. അടുത്തത് 3 - 3 0. അടുത്തത് 2 - 0 2. ഇനി അടുത്ത സെറ്റ് എടുക്കുക. 4 - -3 7. 0 - 2 -2. -1 - 0 -1. അപ്പോൾ നമ്മൾ അഡ്ജോയിൻ്റ് എളുപ്പമാർഗത്തിൽ കണ്ടു. ഓക്കെ. ഇനി വാട്ട് ഈസ് എ ഇൻവേഴ്സ്? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/determinant A ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് കിട്ടിയ ഡിറ്റർമിനൻ്റ് വാല്യൂ? 4. 1/4 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എന്ത് കിട്ടി? -3 - 6 7 2 0 - 2 1 2 -1. അപ്പോൾ ഇതാണ് എന്ത്? എ ഇൻവേഴ്സ്. വേണമെങ്കിൽ 4 അല്ല അകത്തോട്ട് കയറ്റി എഴുതാം, ഇങ്ങനെ എഴുതിയാലും ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇൻവേഴ്സ് കാണാനായിട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്കിനി അടുത്ത സെക്ഷൻ പഠിക്കണമെങ്കിലും ഈ ഇൻവേഴ്സ് കാണാൻ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ എന്തെല്ലാം പഠിച്ചു നമുക്കൊന്ന് ഓർത്ത് നോക്കാം. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ഇവിടെ ഒന്ന് സോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ നോട്ട്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം ഇതെന്തെല്ലാം പഠിച്ചു എന്ന്. നമ്മളിന്ന് ആദ്യം പഠിച്ചെന്തായിരുന്നു? സിംഗുലർ മെട്രിക്സ്. എന്താണ് സിംഗുലർ മെട്രിക്സ്? A square matrix A is singular if and only if determinant A equal to 0. Determinant A 0 ആയാൽ എന്ത് പേര് പറയും? സിംഗുലർ മെട്രിക്സ്. നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് A നോട്ട് ഈക്വൽ ടു 0. A square matrix A is invertible. ഇൻവെർട്ടിബിൾ എന്ന് പറയണമെങ്കിൽ if and only if A is non singular. എ നോൺ സിംഗുലർ ആണെങ്കിൽ മാത്രമേ ഇൻവേർട്ടിബിൾ ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഇൻവേഴ്സ് ഉള്ളൂ. പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/determinant A ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ. ഓക്കെ. പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. എന്താണ്? എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? എ ട്രാൻസ്പോസ്, അതായത് എ നോൺ സിംഗുലർ ആണെങ്കിൽ എ ട്രാൻസ്പോസും നോൺ സിംഗുലർ ആയിരിക്കും. അതുപോലെ എ ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ദ ഹോൾ ട്രാൻസ്പോസ്. പിന്നെ പഠിച്ച പ്രോപ്പർട്ടി എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/determinant ഓഫ് എ. അടുത്തത് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചത് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ റേസ് ടു n - 1. വേറെ n എന്ന് പറയുന്നത് എന്താണ്? n ഈസ് ദ ഓർഡർ ഓഫ് എ. ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഇത്രയും നന്നായിട്ട് പഠിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയും മതി നിങ്ങളെ. ഓക്കെ. താങ്ക് യു.